വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അബി മിസ് ആണ്. മക്കൾക്ക് നമ്മുടെ സ്കൂളൊക്കെ ഇങ്ങനെ തുറന്നു തുടങ്ങിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് കുട്ടിയായിട്ട് നമുക്കിനി പഠിച്ചു തുടങ്ങണം. അപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം, ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളൊരു എയിമോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ പലരും ഡിഫറെൻ്റ് ആണ്. എങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഒരു 10 മണിക്കൂർ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നതും എന്നാൽ എഫക്റ്റീവായിട്ട് ഒരു 3 മണിക്കൂർ നമ്മൾ പഠിക്കുന്നത് തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിലല്ല, എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ട്രിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉപയോഗിച്ച് എഫക്റ്റീവായിട്ടും സ്മാർട്ടായിട്ടും പഠിക്കാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ എന്തൊക്കെ ട്രിക്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. മക്കളെ, പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതിലാണ് അല്ലേ. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളും സൗണ്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും ഇല്ലേ. നമ്മൾ ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ, ഒത്തിരി സൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വൃത്തിയുള്ള ഒത്തിരി ഡിസ്ട്രാക്ഷൻസോ സൗണ്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു വൃത്തിയുള്ള ഒരു റൂം എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന സ്ഥലം എൻവയോൺമെൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് മിസ് പറഞ്ഞല്ലേ. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്പേസിങ് എഫക്റ്റ് ആണ്. എന്താണടാ സ്പേസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സിമ്പിൾ എക്സാമ്പിൾ മിസ് പറഞ്ഞു തന്നാൽ, ഇവിടെ ഒരു ചാക്കരി ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വലിയ ചാക്കരി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റാൻ നമുക്കൊരു ടാസ്ക് കിട്ടുകയാണ് അല്ലേ. ഇങ്ങനൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അരിച്ചാക്കോടുകൂടി ചുമന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് കയറി എത്തുക എന്നുള്ളത് പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക്കാണ്, കുറേ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മുകളിൽ വേറൊരു ചാക്ക് വെച്ചിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിലുള്ള അരി എടുത്തെടുത്ത് ഇവിടേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പയ്യെ ഇതിലുള്ള അരി മൊത്തവും നമുക്കിതാ മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ചാക്കിലേക്ക് ആക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 10 മണിക്കൂർ കഷ്ടപ്പെട്ട് ഒറ്റയടിക്കിരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ 1 മണിക്കൂർ പഠിച്ചു, നമ്മൾ ഒരു അരമണിക്കൂർ ഇൻ്റർവെൽ എടുത്തു, പിന്നെയും 1 മണിക്കൂർ പഠിച്ചു, അരമണിക്കൂർ നമ്മൾ ഇൻ്റർവെൽ എടുത്തു. അപ്പോൾ ഒരു ടോപ്പിക്ക് ഒറ്റയടിക്കിരുന്ന് പഠിച്ചു തീർക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൽ അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് പയ്യെ പഠിക്കുന്നതാണ്. എങ്ങനെയാണോ നമ്മൾ ഈ അരി നമുക്ക് ചുമക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവുകളാക്കി മുകളിലേക്ക് കൊണ്ടുപോയത്, അതേപോലെ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് കുറച്ച് ടൈം പഠിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ടൈം നമുക്ക് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് വീണ്ടും ഇതേപോലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഫുള്ളും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുത്തിയിരുന്ന് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പ്രോപ്പർ ഗ്യാപ്പ് എടുത്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സ്പേസിങ് എഫക്റ്റ് എന്താണ്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് സെറ്റായി. ഇനി കൂടുതലും മക്കൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, പക്ഷേ വൈകുന്നേരമാണോ അതോ രാവിലെയാണോ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം? ഏത് സമയത്താണ് ഞങ്ങൾ പഠിക്കേണ്ടത്? മക്കളെ, ഓൾ ആർ ഡിഫറെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലേ. ചിലർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും സൗകര്യം, ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ നിങ്ങളുടെ സൗകര്യം ഏതാണോ അതനുസരിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം പഠിച്ചു, പിറ്റേ ദിവസം ഞാൻ ഇന്ന് വൈകുന്നേരം പഠിക്കുന്നില്ല, രാവിലെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അങ്ങനെ ചെയ്യാതെ ഞാൻ വൈകുന്നേരമാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സമയമാകുമ്പോൾ എൻ്റെ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. കാരണം ആ സമയങ്ങളിൽ ഞാൻ പഠിക്കുന്നത് എൻ്റെ ബ്രെയിനിൽ റെക്കോർഡാണ് അല്ലേ, ബ്രെയിൻ അറിയാം. അപ്പോൾ വൈകുന്നേരം നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സമയത്ത് തന്നെ പഠിക്കാൻ നോക്കുക. ഇനി രാവിലെ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കാനാണ് നമുക്ക് കംഫർട്ടബിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ ആണോ അഥവാ വൈകുന്നേരമാണോ എന്നുള്ളതിലല്ല, നമ്മൾ ഏത് സമയമാണോ കംഫർട്ടബിൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടൈം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് 8 hours ഓഫ് സ്ലീപ്പ്. നമ്മൾ ഉറക്കം എത്ര കുത്തിയിരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുക,
പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉറങ്ങാതെ നമ്മളിരുന്ന് പഠിച്ചിട്ടും എന്തില്ല, കാര്യമില്ല. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം മനുഷ്യരാണ് മറക്കുക അല്ലേ, ആരായാലും നിങ്ങളായാലും ഞാനായാലും മറക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം കൂടുതൽ എന്ത് ചെയ്യുക, ഓർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്സുകളിലൊന്നാണ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ നോട്ട്സിൽ കളർ പെൻസിൽസോ അല്ലെ കളർ പെൻസോ ഉപയോഗിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളാക്കി വെക്കുക. പിന്നീട് നമുക്ക് അത് നോക്കേണ്ട ആവശ്യം വരുമ്പോൾ ഈ ഷോർട്ട് നോട്ടുകൾ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ടോപ്പിക്ക് ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഷോർട്ട് നോട്ടുകൾ നിങ്ങളെ എന്തിനു ഹെൽപ്പ് ചെയ്യും, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ആക്കി വെക്കുക. ഇനി നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ മറക്കുക അല്ലേ. അപ്പോൾ ഒരാഴ്ച നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സും സബ്ജക്റ്റുകളും നമ്മൾ വീക്കെൻഡ്സിൽ, അതായത് സാറ്റർഡേ സൺഡേ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് റിവൈസ് ചെയ്ത് നോക്കുക. കാരണം പഠിക്കുന്ന എന്തായാലും നമ്മൾ മറക്കും. റിവൈസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതൽ ഉറപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ആണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രിക്സ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പൊടിക്കൈകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സയൻസ് എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ കോണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.